മഹാദേവ നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ, അതിന് ശരിക്കും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടിയായിരിക്കണം. സംശയമൊന്നുമില്ലല്ലേ? ഇപ്പൊ ഗോൾഡ് മെഡൽ കിട്ടി, സ്റ്റേറ്റ് ചാമ്പ്യനായി. കേൾക്കാൻ നല്ല രസമുണ്ട്. അടുത്ത നാഷണലിലൊക്കെ പോകും ഉണ്ട്. ഞാൻ അടുത്ത പ്രിപ്പയർ ചെയ്യണത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ, അത് കഴിഞ്ഞിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ ഫ്ലാഗ് ഞാൻ എന്റെ ഇത് തൂക്കും. നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഇനി ആരും സൂത്രം കാണിച്ചാ. ഞാൻ ഇൻസ്റ്റയില് മണവാളന്റെ ഒരു ഫൈറ്റിംഗ് വീഡിയോ കണ്ടു. ഫൈറ്റിംഗ് ആന്ന് പറഞ്ഞിട്ടാണോ സ്റ്റോറി ഇട്ടിരിക്കണ, സ്റ്റേറ്റ് ആന്ന് പറഞ്ഞിട്ട്. അതെയോ? തൂക്കിയല്ലോ നാദാ. MMA ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ല. ഇതൊരുമാതിരി നാടൻ തല്ലി ഏതൊരു ബംഗാളിന് 500 റുപ്യ കൂലിയും ഒരു ചായയും വാങ്ങി കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കും തോന്നിയത്. ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുമ്പോ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു 4 or 3 പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട്. സാഹചര്യം ചൂഷണം ചെയ്യരുത്, സാഹചര്യം ചൂഷണം ചെയ്യരുത്. ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്ത വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്ത് കൊടുക്കുക. വർഷങ്ങളോളം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ നടക്കുന്ന പൊട്ടന്മാരാ. നിനക്ക് ബോക്സിംഗ് അറിയാവോ? എനിക്കോ? എന്നെ പഠിപ്പിക്കുന്നത് വേറെ ആശാന, കണ്ടത്തിലെ പാപ്പൻ എന്ന് പറയും. ഞാൻ മണവാള നിന്നെ വെല്ലുവിളിക്കണേ, ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് നീ എന്നിട്ട് ഫൈറ്റ് ചെയ്യാണ്ടോ? നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വരും. അല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. മിനിയാന്ന് കൊച്ചിയിൽ വെച്ചിട്ടൊരു ഫൈറ്റിംഗ് ഉണ്ട്. അവിടെ ഞാൻ പോയിരുന്നു. അവിടെ മണവാളിനി ഒരാളും ഞാൻ കണ്ടിട്ടില്ല. അറിവിലോ ഞങ്ങളെ ഫൈറ്റിംഗ് ഗ്രൂപ്പിലോ കാര്യം ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ കേസ് വന്നിട്ടില്ല. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എനിക്ക് തോന്നുന്നത് ഇത് ഫേക്ക് ആണെന്നാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയില്ല. അവന്റെ ഫാമിലി തമ്മിലുള്ള എല്ലാവരും കൂടി കൂടിയാണ്ടുള്ള ഫൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.